ഏറ്റവും ഹൈജീനിക് ആയിട്ട് വളർത്തുന്ന കോഴി ഫാമിൽ നിന്ന് കോഴി വേണോ? ഏറ്റവും സൂപ്പർ ഇറച്ചി വേണോ? ഹാജിയാർ ചിക്കനിൽ നിന്ന് ഇറച്ചി വേണോ? കണ്ടോ ഞങ്ങളുടെ ഫാം. ഇത്രയും ഹൈജീനിക് ആയിട്ട് വളർത്തുന്ന, ഇത്രയും സോഫ്റ്റ് മീറ്റ് കിട്ടുന്ന കോഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. മസിലന്മാര് തിന്നുന്ന കോഴിയാണിത്. നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് ഒരു അസുഖവും വരില്ല. പക്ഷെ കഴിച്ചിട്ട് പണിയെടുക്കണം. വെറുതെ വീട്ടിലിരുന്നാൽ എന്ത് ചെയ്യും? പണി കിട്ടും നിങ്ങൾക്ക്. എന്ത് വേണം, എത്ര വേണം കഴിച്ചോ, പക്ഷെ ബേൺ ആയി പോകാനുള്ള വർക്കാണ്. കല്ല് വേണം കഴിച്ചോ, പണിയെടുക്കണം. ഞങ്ങളുടെ കോഴിയുണ്ട്, എത്ര വേണേ നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾക്ക് 3 ഷോപ്പുള്ളത്: വട്ടപ്പാറ, പോത്തൻകോട്, കൊളുത്തുപുഴ. ഹാജിയാർ ചിക്കൻ. റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടോ മച്ചന്മാരെ? കടന്നു ഒന്ന് ഗൾഫിലും പോകണ്ട, നിങ്ങൾ ഓസ്ട്രേലിയയിലും പോകണ്ട, ലണ്ടനിലും പോകണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ സ്വർണം പോലെ ഓരോ ദിവസവും ഇതിന്റെ വില മാറിക്കൊണ്ടിരിക്കുന്നത്. വെള്ളക്കോഴി കഴിച്ചാൽ ക്യാൻസർ വരും. അതൊന്നും അന്നേ പിന്നെ നമ്മുടെ സർക്കാർ എന്നെ ഇത് ബാൻ ചെയ്യണം. ഈ കുഞ്ഞിന്റെ മുട്ടയ്ക്ക് 10 രൂപ മുതൽ 30 രൂപ വരെയാണ് ഇതിന്റെ ഈ കുഞ്ഞ് വിരിക്കാനുള്ള മുട്ടയുടെ വില. നിങ്ങൾ തേൻ കുടിച്ചാൽ നിങ്ങൾക്ക് അസുഖം വരും. ഏതൊരു കാര്യവും നമ്മൾ ലിമിറ്റ് കഴിക്കണം. നിങ്ങൾ ബോഡി ബിൽഡർമാര് അവരെത്ര ഒരു ദിവസം എത്ര ഈ വളം, ഞങ്ങളുടെ ഈ വളം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എടുത്ത് മണവിച്ചത് ഒരു മണവോ നാറ്റോ ഒന്നും കാണുന്നുണ്ട്. മറ്റു ഫാമുകളിൽ ഇപ്പോൾ ഇത്രയൊന്നും കിട്ടത്തില്ല. നോക്കി. നമസ്കാരം. എന്താ ഇവിടെ വേറൊരു ഫാമൊക്കെ? ഇത് നമ്മുടെ കോഴി ഫാമാണ്. നിങ്ങൾ കണ്ട് ഹാജിയാർ മട്ടൻ കണ്ടിട്ടുണ്ടാവും. ഇത് ഹാജിയാർ ചിക്കൻ, അതാണ് HMC എന്ന് പറയുന്നത് നമ്മുടെ. ഇത് നിങ്ങൾക്ക് എവിടെയും ആടും കിട്ടും, നിങ്ങൾക്ക് കോഴിയും കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയും ഹൈജീനിക് ആയിട്ടുള്ള ഫാം. നിങ്ങൾ വന്നിവിടെ സ്മെൽ അടിച്ചോ? ഇല്ല, അതാണ് ചോദിച്ചത്. അപ്പം അതിനൊരു കാരണമുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തമിഴ്നാട്ടിൽ കോഴിയുണ്ട്, ആന്ധ്ര, എല്ലായിടത്തും കോഴി ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ദൈവം എന്നൊരു സ്വത്തുണ്ടെന്ന് പറയുമോ? നമ്മുടെ വെള്ളം ഈ കുടിക്കുന്നതോട് ഈ ആടിനാണെങ്കിലും കോഴിക്കാണെങ്കിലും അസുഖങ്ങൾ വളരെ കുറവാണ്. തമിഴ്നാടായിക്കോട്ടെ, ബാക്കിയുള്ള ഏത് സംസ്ഥാനം പോയാലും കട്ടി കൂടുതൽ വെള്ളത്തിന്. നമ്മുടെ കേരളത്തിലെ വെള്ളം നിങ്ങൾക്ക് ഒന്ന് കുടിച്ചാൽ ഡയറക്റ്റ് കുടിക്കാൻ പറ്റും. ഫിൽറ്ററിന്റെ ആവശ്യം പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വെള്ളം ഡയറക്റ്റിലൂടെ കിണറുണ്ട്, കിണറിൽ ഡയറക്റ്റ് വരുന്ന വെള്ളമാണ് കൊടുക്കുന്നത്. ഇതില് നിങ്ങൾ മറ്റ് ഫാമുകളിൽ മെഡിസിൻ കൊടുക്കുന്നുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളത്തിന്റെ കാഠിന്യം കൊണ്ട് കോഴിക്ക് കൂടുതൽ ഫീഡ് പിക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇമ്മ്യൂൺ പവർ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ മാക്സിമം ഫീഡാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രത്യേകം ഞങ്ങളുടെ ഫീഡാട്ടോ. ഞങ്ങളുടെ ഫീഡ് എന്ന് പറഞ്ഞാൽ നോൺ വെജ് ഫീഡല്ല. നിങ്ങൾ ചോദിക്കും എന്താണ് ഇതിൽ ബ്രാഹ്മൺസ് ഉണ്ടോ, അല്ലെങ്കിൽ മുസ്ലിംസ് ഉണ്ടോ, ഹിന്ദു ഉണ്ടോ? അങ്ങനെയല്ല. നമ്മുടെ ഫീഡ് എന്ന് പറഞ്ഞാൽ പ്യൂർ വെജിറ്റേറിയൻ ആണ്. നോക്കി, ചോളം കണ്ടോ? ചോളത്തിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. എല്ലാ വിഷയം ഉണ്ടോ? ഇത് പ്രീ സ്റ്റാർട്ടർ, സ്റ്റാർട്ടർ, ഫിനിഷർ. അപ്പൊ ചോളത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ളതാണ് നമുക്ക് എന്താണ് ഇത്രയും ക്വാളിറ്റിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് നിലവിൽ 3 കോഴിക്കട ഉള്ളത്. ഒരെണ്ണം കൊളത്തുപ്പുഴയിൽ ഹാജിയാർ ചിക്കൻ, പിന്നെ 2 കടകൾ നമ്മൾ ഹയർ ചെയ്തതാണ്. ഒന്ന് വട്ടപ്പാറയിൽ കേരള ചിക്കൻ, അതായത് ട്രിവാൻഡ്രം പോകുന്ന റൂട്ടിൽ വട്ടപ്പാറ കേരള ചിക്കൻ. പിന്നെ ഒന്നുള്ളത് പോത്തങ്കോടാണ്. പോത്തങ്കോടിൽ SF കുടവൂർ എന്ന് പറഞ്ഞ കട. ഈ കടയിൽ നമ്മൾ ഹയർ ചെയ്താണ്. നമ്മുടെ കണ്ടുകൊണ്ട് അതിന്റെ ഓണർ പറഞ്ഞു, നിങ്ങൾ നടത്തിക്കോ, നിങ്ങൾ നല്ല കോഴി കൊടുത്താൽ മതി. അദ്ദേഹം ഗൾഫിൽ കയറിയപ്പോൾ നമുക്ക് ആ കട തന്നെയാണ്. കൊളത്തുപ്പുഴ ഞങ്ങളുടെ ഓൺ ഷോപ്പുണ്ട്. ഹാജിയാർ ചിക്കൻ എന്ന് പറഞ്ഞു, ഹാജിയാർ മട്ടനും ഷോപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ കോഴി. നമുക്ക് കോഴി വെങ്കീസിന്റെ ബ്രീഡാണ് വരുന്നത്. ഇത് 24 ദിവസമായ കോഴിയാണ്. ഇനി 4 ദിവസത്തെ കഴിയുമ്പോഴത്തേക്ക് ഷവായിക്ക് എടുക്കും. 27 മുതൽ 30 ദിവസം വരെ ഷവായിക്ക് എടുക്കും. ഷവായിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത്. അത് ഷവർമ്മയ്ക്ക് പോകുന്നതാണ്. ഷവർമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ മീറ്റ് വേണം. പക്ഷെ നമുക്ക് ഷവായിക്കും നിങ്ങൾ അൽത്താസ എന്നാണ് കേട്ടോ. അൽത്താസ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ്. അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അവർ എടുക്കുന്ന കോഴി നമ്മളെ പോലുള്ള ചെറുകിട ഫാമേഴ്സ് എടുക്കുന്നത്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീറ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. ഹാർഡ് മീറ്റ് വരുമ്പോൾ നമ്മൾ തിന്നാൻ ചേർത്ത് നമുക്ക് 30 ഷവർമ്മ കിട്ടും, 50 കിട്ടും. അതിന്റെ പ്രത്യേകത ഈ കോഴി നിങ്ങൾക്ക് കിട്ടൂല. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഹൈജീനിക്കാണ്, ഇത്രയും നീറ്റായിട്ട് ഈ കോഴി വളർത്തുകയാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഞങ്ങളെ എടുത്തിട്ട് പോകുന്ന ഇടനിലക്കാരാണ് വലിയ വിലയ്ക്ക് വിൽക്കുന്നത്. അത് കാരണം ഞങ്ങൾ സ്വന്തമായിട്ടുള്ള ഷോപ്പ് ഒന്ന് കൊളുത്തുപ്പുഴയിൽ പഞ്ചായത്തിന്റെ ഓപ്പോസിറ്റ് ഹാജിയാർ ചിക്കൻ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് വട്ടപ്പാറയുണ്ട് ഷോപ്പ്, അത് കഴിഞ്ഞ് പോത്തങ്കോടുണ്ട് ഷോപ്പ്. പിന്നെ കല്യാണ പാർട്ടികൾ ഞങ്ങളെ ഈ നമ്പറിൽ നേരിട്ട് വിളിച്ചാൽ മതി. ഞങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള വിലയ്ക്ക് തരാം. ഇത്രയും ഹൈജീനിക്കായിട്ട് ഞങ്ങൾ വളർത്തുന്ന കോഴിയാണ്. 2 സെക്ഷനായിട്ടാണ്. പക്ഷേ ഈ ഒരു ഫാം കിടക്കുന്ന കോഴി എന്ന് പറഞ്ഞാൽ 4500 കോഴിയുടെ ഫാമാണ്. ഇത് 24-25 ദിവസം പ്രായമുള്ള കോഴിയാണ്. ഇതൊരു മാക്സിമം എല്ലാം ഒറ്റപ്രായം. 4 ദിവസം 5 ദിവസം കഴിയുമ്പോൾ ഇതിന് ഷവായിക്ക് പിടിക്കും. ഒരു 2 ദിവസം കഴിയുമ്പോൾ ഷവർമ്മയ്ക്ക് പിടിക്കും. ഒരു 38 ദിവസം ആകുമ്പോഴത്തേക്ക് ഫാം ക്ലോസ് ആവും. പിന്നെ 10 ദിവസം ഷെഡ് റെസ്റ്റ്, 10 ദിവസം ക്ലീനിങ്ങും 10 ദിവസം ഷെഡ് റെസ്റ്റും. അതിനുശേഷം മൊത്തം ഈ വലയിൽ കാണുന്ന വലയെല്ലാം അടിച്ച് ക്ലിയർ ചെയ്ത് ഫുള്ള് മെഷീൻ വാഷ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അടുത്ത കോഴി ഇടുന്നത്. ഈ വളം, ഞങ്ങളുടെ ഈ വളം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എടുത്ത് മണവിച്ചത് ഒരു മണവോ നാറ്റോ ഒന്നും കാണുന്നുണ്ട്.
മറ്റു ഫാമുകളിൽ ഇപ്പോൾ ഇത്രയൊന്നും കിട്ടത്തില്ല. നോക്കി, മൊത്തം കാസ്റ്റ് മൊത്തവും കാഷ്ടമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫീഡ് ഞങ്ങളുടെ ഫീഡ് വെജിറ്റബിൾ ഫീഡാണ്. നോൺ വെജ് ആയിട്ടുള്ള ഒറ്റ സാധനം ഞങ്ങളുടെ ഫീഡ് ആഡ് ചെയ്യുന്നില്ല. ഫീഡ് നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണോ? അല്ല, ഞങ്ങൾ ഈ ഫീഡ് പറയും, ഞങ്ങൾ പറഞ്ഞ വെജ് ഫീഡ് മാത്രം മതി എന്ന് പറഞ്ഞ് കമ്പനിയോട് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ്. അപ്പൊ അതിന് റേറ്റ് കുറച്ച് 100-100 രൂപ അവര് ക്യാൻസറും മറ്റു രോഗങ്ങളൊക്കെ വാങ്ങുന്നതരമോ. നിങ്ങൾ തേൻ കുടിച്ചാൽ നിങ്ങൾക്ക് അസുഖം വരും. ഏതൊരു കാര്യവും നമ്മൾ ലിമിറ്റ് കഴിക്കണം. നിങ്ങൾ ബോഡി ബിൽഡർമാര് അവരെത്ര ഒരു ദിവസം എത്ര ചിക്കനാണ് കിട്ടുന്നത്? ഞങ്ങൾ ഈ ഫീൽഡുകൾ എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല. ഇതില് നല്ലവരും ഉണ്ട്, മോശം ആൾക്കാരും ഉണ്ട്. അതിൽ നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട്. 90% നല്ല ആൾക്കാരാണ്, 10% ആൾക്കാരാണ് മോശം ആൾക്കാരുള്ളത്. ജിമ്മന്മാരൊക്കെ ഒരു ദിവസം ബ്രസ്റ്റ് കഴിക്കുന്നത് എത്രയാണ്? 2 കോഴിയുടെ 3 കോഴിയുടെ കണ്ടിന്യൂസ് ചിക്കൻ മാത്രം കഴിക്കുന്നത്. ഏറ്റവും വില കുറച്ച് കിട്ടുന്ന പ്രോട്ടീനാണ് ചിക്കൻ എന്ന് പറയുന്നത്. അതുപോലെ എല്ലാവരും ക്യാൻസർ വരണ്ടേ? എന്താ കുഴപ്പം? ചിക്കനും തിന്ന് ഒരുപാട് ഫുഡ് നിന്ന് ഒരു പണിയെടുക്കാതെ എവിടെയും പോകുന്ന ചെറിയ പൗടിയൊന്നും നടക്കത്തില്ല. നിങ്ങൾ എന്തും കല്ലും മണ്ണും വേണേൽ കഴിച്ചോ, പക്ഷെ ശരീരം വേർക്കണം, വർക്കൗട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ വ്യായാമം കറക്റ്റ് വേണം. നിങ്ങൾ തേനിന് കണ്ടിന്യൂസ് കുടിച്ചാലും നിങ്ങൾക്ക് മത്തടിച്ച് ഇറങ്ങി വീഴും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിക്കൻ എല്ലാവരും എന്ത് വന്നാലും ഇപ്പൊ ചിക്കന്റെ മുകളിലൂടെ പോവുക. പക്ഷെ ഒരിക്കലും ചിക്കൻ അങ്ങനൊന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കാർ സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും വലിയൊരു എല്ലാവരും പറയുന്ന വെള്ളക്കോഴി കഴിച്ചാൽ ക്യാൻസർ വരും, അതൊന്നും എന്നാൽ പിന്നെ നമ്മുടെ സർക്കാർ എന്നെ ഇത് ബാൻ ചെയ്യണം. ഏതൊരു കാര്യവും ലിമിറ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമുണ്ടാവില്ല. അധികമാകുമ്പോഴാണ് പ്രശ്നം. പിന്നെ ബ്രീഡിങ് എങ്ങനെയാണ് ഇതിന്റെ കുട്ടികളെ? അതായത് 3 തരം കോഴി ഇപ്പം നിലവിലുള്ളത്. ഒന്ന് കേൾക്കേണ്ടത്, ഇത് ചൈൽഡ്, ഇതിന്റെ മുകളിൽ വരുന്നതാണ് പേരന്റ്, അതിന്റെ മുകളിലുള്ള ഗ്രാൻഡ് പേരന്റ്. ഗ്രാൻഡ് പേരന്റ് വരുന്നത് ഫ്ലൈറ്റിലാണ്. അമേരിക്ക, ഓസ്ട്രേലിയ പോലെ കൺട്രികളിൽ അവർ ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് ഓൺ ബ്രീഡ് ഗ്രാൻഡ് പേരന്റ് നമുക്ക് കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. ഇത് പുറത്ത് രാജ്യങ്ങളിൽ ഫ്ലൈറ്റിൽ നിന്ന് വരികയാണ്. അതിനെ ഇവിടെ വെൻഗോബ്, സുഗുണ പോലുള്ള വലിയ വലിയ കമ്പനികൾ ഹോൾഡ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് ബ്രാൻഡ് വെൻഗോബാണ്. അവര് ആ കോഴിയുടെ മുട്ട എടുത്ത് ഒരു പേരന്റിനെ ഉണ്ടാകും. ആ പേരന്റ് അതിന്റെ കുഞ്ഞുങ്ങളാണിത്. ആ പേരന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ 300 കോഴി, 400 കോഴി, 500 കോഴി ഓരോ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് മറ്റുള്ളവർ കൊടുക്കും. അവരതിനെ വളർത്തിയിട്ട് ഒരു ചെറിയ, നമ്മൾ സാധാരണ മുട്ട എത്ര 5 രൂപ മുതൽ 8 രൂപ 10 രൂപ അല്ലേ? ഈ മുട്ടയ്ക്ക് മാർക്കറ്റ് റേറ്റ് ആണ് ഏതാണ്ട് 10 രൂപ മുതൽ 25 രൂപ വരെ 30 രൂപ വരെ മുട്ട വില വരും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ കുഞ്ഞ് വിരിയുന്ന ഈ കുഞ്ഞിന്റെ കണ്ടോ, ഈ കുഞ്ഞിന്റെ മുട്ടയ്ക്ക് 10 രൂപ മുതൽ 30 രൂപ വരെയാണ് ഇതിന്റെ ഈ കുഞ്ഞ് വിരിക്കാനുള്ള മുട്ടയുടെ വില. വിശ്വസിക്കൂ? ഒരു മുട്ടയ്ക്ക് 20 രൂപ വിലയാണ്. ഒരു മുട്ടയ്ക്ക് 10 രൂപ മുതൽ 30 രൂപ വരെ വില വരും ഈ കുഞ്ഞിന് വിരിയിക്കാനുള്ള മുട്ടയ്ക്ക്. ഓരോ ടൈമിംഗ് ആണ്. അതായത് ഇപ്പൊ പെരുന്നാള്, ക്രിസ്മസ്, ഈസ്റ്റർ, അത് കണക്കാക്കി മുട്ടയുടെ വില ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ സ്വർണം പോലെ ഓരോ ദിവസവും ഇതിന്റെ വില മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം മാർക്കറ്റാണ്. ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നവർക്ക് ചേട്ടൻ എന്താ പറയാനുള്ളത്? റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടോ മച്ചന്മാരെ? കടന്നു ഒന്ന് ഗൾഫിലും പോകണ്ട, നിങ്ങൾ ഓസ്ട്രേലിയയിലും പോകണ്ട, ലണ്ടനിലും പോകണ്ട, പക്ഷെ പണിയെടുക്കണം. പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ. ഞാൻ സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. പക്ഷെ ഞാൻ നിൽക്കുന്നത് കണ്ടോ, നിങ്ങൾ ആദ്യം കണ്ടത് നമ്മളാണ് ആടിന്റെ ഫാമിൽ കണ്ടത്. ഇപ്പൊ ഞാൻ കോഴിയുടെ ഫാമിലാണ് വന്നത്. പക്ഷെ എന്റെ വീട്ടുകാരുടെയും എന്റെ പെണ്ണ് വീട്ടുകാരുടെയും സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. സാധാരണ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ അല്ല, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ കണ്ണാപ്പിയിലെ പോലെ വയ്യന്മാരെ ഇഷ്ടം. ചെറിയ വൈകിക്ക് ഇറങ്ങുക, ആ ഉള്ള 15,000 രൂപ ശമ്പളത്തിൽ ഓടി നടക്കും. അങ്ങനല്ല, നമുക്ക് സുഖമായിട്ട് പൈസ കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റും. നാട്ടുകാരെ പറ്റിക്കേണ്ട, അധ്വാനിക്കാൻ മനസ്സുണ്ടോ, വേർക്കാൻ മനസ്സുണ്ടോ, കാലിലും കയ്യിലും അഴുക്കാവാൻ മനസ്സുണ്ടോ, ഇവിടെ പൈസ ഉണ്ടാക്കാം. ആര് പറ്റിക്കുകയും വേണ്ട, മോട്ടിക്കുകയും വേണ്ട. എന്റെ ഫാം കണ്ട് ഈ ഫാം ശരിയാണോ നല്ലതാണോ എന്നും മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് അയച്ചു തന്ന് അത് എടുത്ത് ആർക്കാണ് ഇടാം. നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് വണ്ടി എണ്ണ അടിച്ച് 1 രൂപ പോലും ഞാൻ കൊടുത്ത് നാരങ്ങ വെള്ളത്തിന് പ്രതിഫലത്താണ് ഇവിടെ വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. സത്യമായിട്ട് കള്ളം പറയുന്നില്ല. നാരങ്ങ വെള്ളത്തിന് പ്രതിഫലം ഞാൻ വേറെ 1 രൂപ കൊടുത്തിട്ടില്ല. ഇത് കള്ളമല്ല ഈ കാണുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്റെ ഫാം വിസിറ്റ് ചെയ്യാം, എന്റെ തീറ്റ നോക്കാം. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം എന്റെ കോഴി വാങ്ങിച്ചാൽ മതി, എന്റെ ആട്ടിറച്ചി വാങ്ങിച്ചാൽ മതി.